10:56, ഓൾമോസ്റ്റ് 11 മണിയായി. 10:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ 11 മണിയാവുന്നു. ഹാപ്പൻസ്. എപ്പോഴും നമ്മുടെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഒരു ടൈം പ്ലാൻ ചെയ്താണ്, നമ്മൾ ഇറങ്ങേണ്ട ടൈം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെയും ചെക്കൗട്ട് ചെയ്ത് ബൈക്ക് എടുത്തിട്ട് ഒന്ന് ഗോപ്രി കാണാം. അപ്പോൾ നമ്മൾ ഇവിടെയും ചെക്കൗട്ട് ചെയ്യാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. ബൈ ബൈ റൂം നമ്പർ 101. അപ്പോൾ നമ്മളിവിടെ ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഊട്ടിയിലോട്ടാണ് നമ്മൾ റൂട്ട് ഇട്ടേക്കുന്നത്. ഓൾമോസ്റ്റ് 164 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്നുള്ളത്. നമ്മുടെ റിസോർട്ട് വരെ, ഊട്ടിയിലുള്ള നമ്മുടെ റിസോർട്ട് വരെ 164 കിലോമീറ്റേഴ്സാണ്. ഇവിടെ ഗൂഗിളിൽ കാണിക്കുന്നത് 4 മണിക്കൂർ എടുക്കുന്നതാണ് 164 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി. അപ്പം എൻജിനൊന്ന് വാം ചെയ്യാൻ വയ്ക്കാം. ഇപ്പം റീസെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങനെ ഒഫീഷ്യലി ഇറങ്ങുവാണ്. ലേക്ക് കോഫി റിസോർട്ട് അത്യാവശ്യം നല്ല റിസോർട്ടാണ്. 4/5 ഞാൻ കൊടുക്കും എന്തായാലും ഇത് റിസോർട്ടുണ്ട്. ഇവിടെ നേരെ ഊട്ടി. നേരത്തെ പറഞ്ഞാൽ 164 കിലോമീറ്റേഴ്സാണ് ഇവിടെ ഊട്ടി വരെ ഉള്ളത്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കയറി അവിടെ നിന്ന് ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ട്. അതാണ് നമ്മൾ ഇടുന്ന ട്രിപ്പ്. തിക് ഫോറസ്റ്റ് ഏരിയ വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബൈ ദ വേ ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ പോകുന്നത്. ആദ്യം മീൻസ് ബൈക്കിൽ ഞാൻ എൻ്റെ ഫുൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഊട്ടിയിൽ പോകുന്നത്. എന്തായാലും പോകാത്തൊരു സ്ഥലമാണ് ഞാൻ ഊട്ടി. വയനാട് ഞാൻ ഇവിടെ ഒരു 15 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. ഊട്ടി ഞാൻ പോകുന്നത് അങ്ങനെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ സമയം രാവിലെ 11:30. അതിൻ്റെ തിരക്കാണ് ഇവിടെ അത്ര കാണുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഓൾറെഡി സ്കൂൾസ് വെക്കേഷനാണ്. അങ്ങനെ ആൾക്കാർ ലീവ് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നതാണല്ലോ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആനിമൽസിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ പോകുമ്പോഴേക്കാണ് തോന്നുന്നു പ്രോപ്പറായിട്ട് ആ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ വരുന്നത്. നമ്മൾ ബന്ദിപ്പൂർ പോയിട്ട് നമ്മൾ കർണാടകയും കൂടെ ടച്ച് ചെയ്യുകയാണ് ഇത്തവണ.
ഈ ട്രിപ്പിൽ നമ്മൾ കേരള, കർണാടക, തമിഴ്നാട് 3 സ്റ്റേറ്റാണ് നമുക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഈ റൂട്ട് എടുത്താലും ഊട്ടിയിലോട്ട് പോകാൻ പറ്റും. അത് കുറച്ചും കൂടെ ചെറിയ ഡിസ്റ്റൻസാണ്. പക്ഷേ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റ് ബന്ദിപ്പൂർ വഴി പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അത് കയറി. അയ്യോ, എന്തോ മുറിഞ്ഞൊക്കെ ഇരിക്കും എൻ്റെ ദേഹം. ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല എന്ന് അവിടെ ബോർഡുണ്ട്. നിർത്തി അപ്പം തന്നെ അവർ പിടിച്ച് അപ്പം തന്നെ ഫൈൻ അടിക്കുകയും ചെയ്യും. ആക്ച്വലി ഇവിടെ നിർത്താൻ പാടില്ല, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങൾക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയുമാണ്. ഇവിടെ ഫുൾ റൈഡിങ്ങിൻ്റെ ട്രൂപ്പ് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ചെക്കിംഗ് ആണ്. മെയിൻലി അവിടെ ചന്ദനമരമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാട്ടിനാട്ടിലാണെങ്കിലും റോഡ് നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുണ്ട് റോഡ്. ഇങ്ങോട്ടാണ് ഫുൾ റൈഡേഴ്സ് ഉള്ളതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. താണ്ട ഗോൾഡ് വിങ്, നേരത്തെ പോയിന്റ് മൾട്ടി സ്റ്റാർഡിങ് GSA ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഗോൾഡ് വിങ് ഫുൾ ഗ്യാങ് ആണല്ലോ. അടിപൊളിക്ക്
കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അവിടെ കുറച്ച് ആന നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലോട്ട് കയറുവാണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ബൈക്കിനില്ല. ബന്ദിപ്പൂർ കയറുമ്പോഴേക്കും ഓർമ്മ വരുന്നത് ഒരു പഴയൊരു വീരപ്പൻ എന്ന ഒരാളുടെ കഥയാണ്. അത് മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞില്ല. വീരപ്പൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബന്ദിപ്പൂറിൻ്റെ സറൗണ്ടിങ്സും പുള്ളിയുടെ താവളമായിട്ട് ഉപയോഗിച്ചിരുന്നായിരുന്നു. പുള്ളി ചെയ്യുന്ന മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ ആനയെ കൊന്നിട്ട് ആനയുടെ കൊമ്പെടുത്ത് വിൽക്കുക, ചന്ദനക്കടത്ത്, അതൊക്കെ ആയിരുന്നു പുള്ളിയുടെ മെയിൻ പരിപാടി. അതും പോരാഞ്ഞിട്ട് ഈ പുള്ളി പിടിക്കാൻ വരുന്ന ഒഫീഷ്യൽസിനും പുള്ളി ജീവൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല പുള്ളീനെ പിടിക്കാൻ വരുന്ന ഒഫീഷ്യൽസിൻ്റെ ജീവനും പുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2004 പുള്ളീനെ ലാസ്റ്റ് എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നത്. ഇത്തരം കഥ ഒക്കെ ഈ ഒരു കാർഡിനകത്ത് അടഞ്ഞിരിപ്പുണ്ട്. ഇതിപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം കർണാടകയിൽ കൊണ്ട് കയറുവാണ്. സിംഹവാല കുരങ്ങ് ഇവിടെ ഫുള്ളുണ്ട്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ 34 കിലോമീറ്റേഴ്സായി. ഈവൻ ഫ്യൂൽ എക്കണോമി കിട്ടുന്നത് 34 ആണ് ഇന്ന്. കാര്യം നമ്മൾ പോകുന്ന അത്രയ്ക്ക് നമ്മളിപ്പോൾ സ്പീഡിലോ വലിയ ഹൈ അല്ലെങ്കിൽ കയറ്റമൊന്നും ഇല്ലാത്ത റോഡാണ്. നമ്മളൊരു ഭയങ്കര ഡീസൻ്റായിട്ട് പോകുന്നതാണ്. നമ്മൾ പതുക്കെ പോകുന്നതാണ്. നമ്മൾ പതുക്കെ പോകും. ഇൻ കേസ് ഏതെങ്കിലും ആനിമൽസ് ഇപ്പോൾ സ്പോട്ട് ചെയ്യാൻ കിട്ടിയാണ്. ഇപ്പം നമ്മൾ ആനനെ മാത്രം സ്പോട്ട് ചെയ്തു. പിന്നെ സിംഹാനൊക്കെ ഇറങ്ങി അതിവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ സമയം ഉച്ചക്കത്തെ 12 മണിയായി. വെയിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് മിക്കവാറും ഈ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക മൃഗങ്ങളും കാടിൻ്റെ അകത്തായിരിക്കും.
പിന്നെ ഇവർക്കറിയാം ഇത്രയും നല്ല റോഡുള്ളതുകൊണ്ട് ആൾക്കാർ ആരായാലും വണ്ടി നല്ല സ്പീഡിലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഓരോ കുറച്ച് ദൂരം കൂടുന്നവർ ഫുൾ ബമ്പളാണ്. നമ്മൾ ഇതുവരെ ടോട്ടൽ ട്രിപ്പ് നമ്മളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോട്ടൽ 650 കിലോമീറ്റേഴ്സാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. 658 കിലോമീറ്റർ നമ്മളായി. റൗണ്ട് ട്രിപ്പ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 1200 എങ്കിലും ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റൗണ്ട് ട്രിപ്പ്. അത് തിരിച്ച് നമ്മളെ വീട് എത്തുന്ന സമയം കൊണ്ട് എത്രയെങ്കിലും ആവണം. നിങ്ങൾ ഇൻ കേസ് വയനാട് വന്നിട്ട് വേറെ ജസ്റ്റ് വെറുതെ ഒരു ഡ്രൈവിംഗിൽ ഈ റൂട്ടിലോട്ട് വരണം. നല്ലൊരു പക്ഷേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഈ ഒരു കാടിൻ്റെ അകത്തോടെ ഇങ്ങനെ പോകുന്നത്. പിന്നെ അത്യാവശ്യം വെഹിക്കിൾ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ഉച്ച സമയമായാലും ഉച്ച സമയം കൊണ്ട് അത്യാവശ്യം നല്ല വെഹിക്കിൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും ഈ സമയം കൊണ്ട്. നിങ്ങളൊന്ന് ഈ സൈഡിലോട്ട് വരാൻ ചാൻസ് കുറയും. ബഹളം കാരണം എല്ലാം കാട്ടിനകത്തോട്ട് കയറിയിരിക്കുമായിരിക്കും. വണ്ടികളില്ലാത്ത സമയത്ത് അത് ഈ ജസ്റ്റ് തുറന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ആനേനെ കണ്ടായിരുന്നു, ഞാൻ കാണിച്ചെന്നല്ലോ നിങ്ങൾക്കത്. എനിക്കറിയാതെ ഗോപുരം കൂടെ എന്തുമാത്രം അത് വിസിബിൾ ആവുന്നെന്ന് എനിക്കറിയാം. ക്യാമറാസ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യത്തില്ല നമ്മൾ ഈ കാണുന്നത്, നമ്മൾ നേരിട്ട് വന്ന് കാണുന്നത്. ഈവൻ ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ വ്യൂ കാണുന്നത് എനിക്കറിയത്തില്ല ഗോപുരം കൂടെ എത്രത്തോളം ജസ്റ്റിഫൈ ആവുന്നുണ്ടെന്ന് ഈ ഒരു വ്യൂ. പക്ഷേ നേരിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഫീൽ. ആ റോഡും രണ്ട് സൈഡും മരവും ഒക്കെ. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് റോ ആയിട്ടാണ് വെക്കുന്നത്. ഈവൻ ഞാൻ സംസാരിച്ചില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ സൗണ്ടും ഈ ഒരു സൗണ്ടൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുന്നതാണ്. ഈ നേച്ചറും വണ്ടിയുടെ സൗണ്ടൊക്കെ എൻജോയ് ചെയ്യുക. വേറെ ബെസ്റ്റ് സജഷൻ ഞാൻ എല്ലാവരും തരാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് മാപ്സ് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്തില്ല. കാര്യം ഈ സ്ഥലത്തും റേഞ്ച് ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് റീറൂട്ടിങ് ചെയ്യേണ്ടി വന്നാലും ഓഫ്ലൈൻ മാപ്സ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. വലിയ മാളമെന്ന് നോക്കിയ പാമ്പിൻ്റെയൊക്കെ. അതുകൊണ്ടൊരു ആന, അവിടെ ആന നിൽപ്പുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു വൈൽഡ് ലൈഫിൻ്റെ എനിക്കൊന്ന് ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് ഇപ്പോൾ തീർന്നെന്ന് തോന്നുന്നു. ഗുണ്ടലൂപ്പേട്ട്, ഇതാണ് നമ്മൾ ഞാൻ അടുത്ത ബസ് അറിയാം. നമ്മളിപ്പോൾ കർണാടകയിൽ എത്തിക്കുകയാണ്. കർണാടക കയറിയിരിക്കുകയാണ് നമ്മൾ. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളി കേട്ടോ. ഒരു 4
ഫോറസ്റ്റ് ഏരിയ ഒന്ന് നമ്മൾ കഴിഞ്ഞായിരുന്നു. ഇപ്പം ഗുണ്ടൽപേട്ട് പോകുന്ന വഴിയിലുള്ള ഹൈവേയിൽ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. പിന്നെ നമുക്കത് പ്രശ്നമല്ല, ബൈക്സിന് നമുക്ക് ടോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടേക്കാണ് സത്യം ടോൾസ് ആവശ്യമില്ലാത്ത. ഇത് നോർത്തിൽ അങ്ങോട്ട് പോകുന്നവിടെയൊക്കെ ബൈക്കിനും ടോൾ അടയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ റോഡിനൊക്കെ ടോൾ അടയ്ക്കുന്ന പ്രശ്നമല്ല കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ബൈക്കും പോകുന്നത്. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കർണാടകയിൽ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി ഡൈവേഴ്സ് എടുത്ത് അടുത്ത ഊട്ടിയിലോട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിലവിടെ ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് നിർത്തിയതാണ്. ഒരു കാര്യം കാണിച്ചിട്ടുണ്ടാണ്. ഇപ്പം 390 അഡ്വഞ്ചറിൽ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ എന്നാലും അടിച്ചു. ഇന്ന് കിട്ടിയ ഫ്യൂൽ കൺസപ്ഷൻ 38.2 km/L. ടാങ്ക് റേഞ്ച് എടുക്കാൻ 520. ഇന്ന് നമുക്ക് റൂം വരെ 106 km, 3 hours 19 minutes ആണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമ്മൾ വീണ്ടും ബന്ദിപ്പൂരിലോട്ട് തന്നെ കയറാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ വേറെ റൂട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് പോകുന്ന വഴിക്ക് വീണ്ടും ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട്. നമ്മളിപ്പം ഗുണ്ടൽപേട്ടയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ കർണാടകയിൽ നിന്ന് വീണ്ടും ഇനി ഇറങ്ങാൻ പോകുന്നത്. തിരിച്ച് തമിഴ്നാട്ടിലോട്ട് ഇനി കയറാൻ പോവാണ്. നമ്മൾ വയനാട് കേരള കഴിഞ്ഞു. അവിടെ നമ്മൾ കർണാടക കയറി. ഇനി കർണാടകയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇത് ഇപ്പം ഊട്ടിയിലോട്ട് പോകുന്നവർക്ക് എനിക്കൊന്ന് ഇ പാസ് മാൻഡേറ്ററി ആണ്. നമ്മൾ ഇ പാസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇ പാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നമുക്കിനി പോകുമ്പോൾ കാണാം, ചെക്കിങ് ഉണ്ടോ ഇല്ല എന്നൊക്കെ. ഒക്കെ ഫ്രണ്ടിലെ വ്യൂ കാണാമോ? ആ ഹൈ റേഞ്ച് ഫുള്ള് മലകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടോ? അപ്പോൾ ഇത് അടിപൊളി വ്യൂ. ഇവിടെ ഈ പാസ് കാണിക്കേണ്ടി വരും തോന്നുന്നു. അറിയത്തില്ല ഇവിടെ എന്താണ് ചെക്ക് പോയിൻ്റ് എന്ന്.
ബൈക്കിന് നിർത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറുമോ. എനിക്കൊന്ന് കാറൊക്കെ വരുമ്പോഴേക്കും അവിടെ എനിക്കത് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയാണ് തോന്നുന്നു ചെക്കിങ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കൊടൈക്കനാൽ ഇതേ ടൈപ്പ് ഒരു ചെക്കിങ് ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയും. കാര്യം അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഒരു XUV-ന്ന് അവർ പ്ലാസ്റ്റിക്കെല്ലാം എടുത്ത് കളയായിരുന്നു. നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ കയറിയിരിക്കുകയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോപ്രോയുടെ ബാറ്ററി കുറവാണ്. അപ്പോൾ ബാറ്ററി മാറ്റണം. എന്നാൽ ഇവിടെ നിർത്താനും പാടില്ല. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഇവിടെ ആന ഇറങ്ങാനും പുലി ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ വെഹിക്കിൾ മൂവ്മെൻറ്റ്സ് ഉള്ളപ്പോഴേക്ക് ആനിമൽസ് അങ്ങനെ ഇറങ്ങുമെന്ന്.
എന്തെങ്കിലും ആനിമലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി പോവാണ്. എന്തുമാത്രം വേസ്റ്റ് ഈ പോകുന്ന ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന വരുന്ന ഇവിടേക്ക് വേസ്റ്റ് ഇടുന്നത് ഈ മൃഗങ്ങൾ തന്നെ അത് കഴിച്ച് അവരുടെ ലൈഫിനെ ഡേഞ്ചർ ആക്കുവാണ്. എത്ര വേസ്റ്റുണ്ട്. നേരത്തെ അവിടെ ക്ലീനിങ് നടക്കുവാണ്. അപ്പം ആലോചിക്ക് കംപ്ലീറ്റ് റൂട്ടിൽ എന്തുമാത്രം വേസ്റ്റ് കാണുമായിരിക്കും. ഇവരും അതുപോലെ എന്ത് റിസ്ക് എടുത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യം. ഇവിടെ എനി ടൈം ആനിമൽ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. PM to 6 AM വരെ ട്രാഫിക് ക്ലോസ്ഡ് ആണ്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഇതുവഴി വണ്ടി വിടത്തില്ല. ഇവിടെ നമ്മൾ ഒഫീഷ്യലി കർണാടകയിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ട് കയറുവാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറിയത്. തമിഴ്നാട് ലിമിറ്റ് സ്റ്റാർട്ട്സ്. ഇതിപ്പോൾ നീൽഗിരി ഡിസ്ട്രിക്റ്റിലോട്ട് നമ്മൾ കയറി വീണ്ടും. മുസുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. ഇതിൻ്റെ അങ്ങോട്ടുള്ള ഒരു കാര്യം സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഈ ഫോറസ്റ്റിനകത്താണെങ്കിലും റോഡ് നല്ല ഭയങ്കര നീറ്റായി, എന്നുവെച്ചാൽ വലിയ കുണ്ടും കൂടി ഒരു കുണ്ടും കൂടി ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റോഡൊക്കെ. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ റൂം വരെ 80 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. 80 kilometers 2 hours 44 minutes. അതിപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്ക് ഒരു 4 മണി അടുപ്പിച്ചാവും. ഇവിടെ കുറേ മാൻ ഉണ്ട്. ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ട്, ഈ സൈഡിൽ കുറേ ഉണ്ട്.
റോഡ് ക്ലോസ്ഡ് ആണോ? ഇതുവഴി പോകാൻ തോന്നുന്നു. ഊട്ടി 36 കിലോമീറ്റേഴ്സ് ആണ് ഇവിടുന്ന് കാണിച്ചേക്കുന്നത്. ഇത് ഏത് റൂട്ടാണെന്ന് അറിയത്തില്ല. ഞാൻ ഗൂഗിൾ മാപ്പും റീറൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് യൂ ടേൺ എടുക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോയി നോക്കാം. എനിക്കൊന്ന് ഈ റോഡ് ആ റോഡായിട്ട് തന്നെ ജോയിൻ ചെയ്യുവാണ്. ശരിയാ, തിരിച്ച് സെയിം റോഡിലോട്ട് നമ്മൾ കയറുന്നത്. പക്ഷേ ഈ റോഡ് ഇവിടെ വെച്ച് അടച്ചേക്കുക. എന്താ റീസൺ എന്ന് അറിയത്തില്ല. കുറേ മാന് കാണും ഇതുവഴി വരുമ്പോഴേക്കും. മാനുണ്ടെങ്കിൽ പുലിയും കാണുമെന്നാണല്ലോ. കാട്ടുപോത്ത് വേണ്ട, കാട്ടുപോത്ത് സൈഡിൽ നിൽക്കുന്നത്. ഈ പാസ്സാ? ഇരിക്കെ. ഓക്കെ, ഇതാണ് ഈ പാസ്. നമുക്ക് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞേ. ഇവിടെ വെച്ചാണ് ഈ പാസ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഊട്ടി കാണിച്ചെങ്കിൽ 29 കിലോമീറ്റേഴ്സാണ്. നമ്മുടെ സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലം വരെ 69 കിലോമീറ്റേഴ്സാണ്.
ആ സൈഡിൽ വ്യൂ ഉണ്ടോ നിങ്ങൾ? ഒരു മാനിൻ്റെ ഇടയിൽ നിൽക്കുന്നു. ഫ്രണ്ട് റോഡിലെ വ്യൂ ഒന്ന് നോക്കിക്കേ. ാണ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി മാത്രം. ഇതുവരെയുള്ള റൈഡ് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയക്കുള്ള റൈഡ് സെറ്റായിരുന്നു. അടിപൊളി റോഡുമാണ്. പിന്നെ നമ്മൾ കണ്ട കാട്ടുപോത്ത് കണ്ടു, ആനയെ കണ്ടു, മാനിനെ കണ്ടു. ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പുതിയൊരു സൈഡിൽ കൂടെ പോകണമെങ്കിലും കാണണമെന്നുണ്ട്. നമ്മൾ അവിടെ ഒരു കഫേ കോഫിയുടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ വിചാരിക്കുവാണ്. എന്തായാലും ഉച്ചക്കത്തെ മണി 1:30 ആയി. ഇവിടെയും കുറേ ബൈക്സ് ഉണ്ട്.